Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കാരമൽ ബൺ പുഡിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാന്ന് നോക്കാം. 1/2 കപ്പ് പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുക്കണം. 2 മുട്ട, 2 ബണ്ണ്, വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഈ പഞ്ചസാര എടുത്തിരിക്കുന്നത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് 1/4 കപ്പ് പഞ്ചസാര, 300 ml പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെക്കാം. ആ പാനിലേക്ക് 300 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് നമുക്ക് പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2 ബന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബന്ന് പാലില് തിളച്ചു വരുന്ന സമയത്ത് നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോക്കായി വന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ബണ്ണിന് പകരം ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബന്നാണ്. ഇതിലേക്ക് നമുക്ക് അതായത് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പം ഇതായി വരുന്നുണ്ട്. പാലിലേക്ക് നല്ലമോളെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, കാരമലൈസേഷൻ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കാരമൽ ചെയ്യാനുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത കാരമലൈസേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ ഒക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്നും കൂടി ബ്രൗൺ കളർ ആവട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ടിന്നിലേക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ടിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കേക്ക് ടിന്ന്. 5 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ കാരമൽ ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും കറക്റ്റായിട്ട് കാരമൽ റെഡി ആയിട്ടുണ്ട്. ഈ പാനിലേക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒന്ന് ആവിയിൽ വേവിക്കണം. മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടാവും. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമലൈസേഷൻ ചെയ്ത് ഒഴിച്ച് വെച്ചിരിക്കുന്ന ടിന്നെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമുക്കൊരു അടുപ്പ് വെച്ച് മൂടണം. ഒന്നെങ്കിൽ അടുപ്പ് വെച്ച് മൂടാം, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്താലും മതി.
അങ്ങനെ 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ആവി കയറ്റി കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കാരമൽ ബൺ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. കാണുന്നുണ്ടാവും, അടിപൊളിയായിട്ട് നമുക്ക് കാരമൽ ബൺ പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ചെറിയൊരു ടൈമിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം ടൈമൊന്നും എടുക്കില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അടിപൊളി കാരമൽ ബൺ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.